റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുന്നണിയിൽ പരിഗണനയില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് INL. പാലക്കാട് ജില്ലയിൽ കാര്യമായ പരിഗണന ലഭിച്ചില്ലെന്ന് INL നേതാക്കൾ പറയുന്നു. മണ്ണാർക്കാട് നഗരസഭ, അലനല്ലൂർ, കുമരംപുത്തൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ പോലും LDF നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ഇക്ബാൽ അറയ്ക്കലുണ്ട്. ഇക്ബാൽ, പാലക്കാട് LDF-ൽ എന്താ പ്രശ്നം? INL-ന് വിജയസാധ്യതയുള്ള സീറ്റ് കൊടുത്തില്ലേ? INL ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അത് വിജയത്തിന്റെ സാധ്യത കെടുത്തുമോ? അരുൺകുമാർ, ഇപ്പോൾ ഏതായാലും INL-ന്റെ മണ്ണാർക്കാട് മണ്ഡലം ഭാരവാഹികളാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. LDF-നകത്ത് നിന്ന് കാര്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല, വിജയിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സീറ്റ് പോലും തങ്ങൾക്ക് നൽകുന്നില്ല എന്നാണ് INL നേതാക്കൾ പറയുന്നത്. UDF-നും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും ഉൾപ്പെടെ വലിയ രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന വാർഡുകളിലെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഒരു അവസരം തേടി INL സമീപിച്ചപ്പോൾ LDF-ൽ നിന്ന് കാര്യമായിട്ടുള്ള പരിഗണന തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ LDF-നെതിരായ ഒരു മത്സരം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ INL-ന്റെ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിലും അതുപോലെ തന്നെ അലനല്ലൂർ, കുമരംപുത്തൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ INL നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് എത്രത്തോളം LDF-ന് തിരിച്ചടിയാകുമെന്നുള്ളത് ഇനി കാണുക തന്നെ വേണം. കാരണം ആ മേഖലകളിൽ LDF വിജയിക്കുന്ന വാർഡുകളിൽ പോയിട്ട് അവിടെ UDF വലിയ രീതിയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന വാർഡുകൾ ചോദിച്ചിട്ട് പോലും തരാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും INL നേതാക്കൾ വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.